ഹലോ ഗെയ്സ്, നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാവയ്ക്ക തീയലാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് പറയാം. ആദ്യം തന്നെ ഇച്ചിരി പാവയ്ക്ക എടുത്തു, അത് ഇച്ചിരി ഉള്ളി, കുഞ്ഞുള്ളി എടുത്തത്, ഇച്ചിരി തേങ്ങ ചിരകി അത് നല്ലപോലെ വഴണ്ട് വരുന്ന പോലെ നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇച്ചിരി പുളിയും കൂടെ വേണം, ആദ്യം കാണിക്കാൻ വിട്ടുപോയി. പിന്നെ ഇച്ചിരി പുളിയും കൂടെ എടുത്ത ശേഷം നമ്മൾ അടുപ്പിലിട്ട് തേങ്ങ ഇങ്ങനെ വഴണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക. എനിക്ക് ഇത്രയാണ് താല്പര്യം. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതോട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണേ. നല്ല ചുമന്ന കളറാകുന്ന വരെ, ബ്രൗൺ ഷേപ്പ് വരുന്ന വരെ നമ്മൾ മിക്സ് ചെയ്യുക. കണ്ടില്ല, നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് തണുപ്പ് ഒന്ന് ആവുന്ന വരെ നമുക്കതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേനും നമുക്ക് ചട്ടിയിൽ കുറച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ ചട്ടി ചൂടാവണം കേട്ടോ. എണ്ണയും ഒന്ന് ചൂടാകണം. അതുവരെ ഒന്ന് ചട്ടി നല്ലപോലെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കടുക് ചേർക്കാം. കടുക് നല്ലപോലെ പൊട്ടിച്ച് വരുന്ന സമയത്ത് ഒരു 3-4 ഉലുവയും കൂടെ നമുക്ക് ചേർക്കാവേ. കാരണം എല്ലാവരും ചേർക്കണമെന്നില്ല, ഞാൻ 3-4 ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 2 പച്ചമുളകും കൂടെ വഴറ്റി ചേർത്തിട്ടുണ്ട്. പിന്നെ പത്തലമുളക് അത് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് കരിവേപ്പിലയും കൂടെ ചേർത്ത് അത് നല്ലപോലെ ഒന്ന് വഴറ്റി വരുന്നവരെ നമ്മൾ വഴറ്റണേ. നല്ലപോലെ കരിവേപ്പില അത് വഴണ്ടി വരുമ്പോൾ ഒരു മണം വരത്തില്ല. ആ മണം വരുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഉള്ളി ഇടാവേ. ഞാൻ ഉള്ളി എടുക്കട്ടെ, ഒരു സെക്കൻഡ്. ഉള്ളി ഇടുക. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ അടിപൊളിയായിട്ട് ഈ ഉള്ളി നല്ലപോലെ വഴറ്റണമേ. വഴറ്റാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് വഴറ്റാം. ഒരു സെക്കൻഡ്. ഇത് നല്ലപോലെ വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഈ പഴമക്കാർ പറയുന്ന പോലെ നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് വഴലും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നോക്കാം. പെട്ടെന്ന് വഴലുവാണെങ്കിൽ അതൊരു എളുപ്പ മാർഗ്ഗമല്ലേ. നമുക്ക് ഉള്ളിയിട്ട് സംഭവം ഇതും നല്ലപോലെ അങ്ങ് വഴണ്ട് വരണം. ഇച്ചിരി ബ്രൗൺ കളറാവുന്ന രീതിയിൽ വഴണ്ട് വരണം. അതുപോലെ അത് കഴിഞ്ഞ ശേഷം പാവയ്ക്ക നമുക്ക് അരിഞ്ഞ് വെച്ച പാവയ്ക്കയും കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം. ഇതും നല്ലപോലെ വഴറ്റണം കേട്ടോ. നല്ലപോലെ വഴണ്ട് കഴിഞ്ഞ ശേഷം ഉണ്ടല്ലേ മിക്സ് ചെയ്ത് ഒന്നുകൂടെ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ മോനും കൂടെ ചേർന്നിട്ടുണ്ട് കേട്ടോ, പാവയ്ക്ക തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് നേരെ വഴറ്റി വെച്ച് ഇച്ചിരി നേരം ഒന്ന് അടച്ച് വെക്കാം. സംഭവം 1-2-3 ആവി കയറുന്നവരെ കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് മാറ്റി വെച്ചിരുന്ന് അരയ്ക്കാവേ. അരച്ച് കഴിഞ്ഞ് നല്ലപോലെ അരിഞ്ഞ് കഴിഞ്ഞു കണ്ടില്ലേ, നല്ല വെണ്ണ പോലെ സംഭവം അരിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട് കണ്ടോ, നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഈ പാവയ്ക്കയുടെ അതിനകത്തോട്ട് ഒന്ന് ചേർക്കാം. നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കത് നല്ലപോലെ ചേർക്കാം കേട്ടോ. ചേർത്ത് കഴിഞ്ഞതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്നാക്കിയിട്ട് ചേർക്കാം. അതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ നമുക്കിതിനകത്ത് ചേർക്കണേ. ഒന്ന് അടച്ച് ആവി കയറ്റി കഴിഞ്ഞ് ഒന്നൊരു വെന്ത് കഴിഞ്ഞ ശേഷം നമുക്കതിനകത്തോട്ട് വെള്ളം ചേർക്കാതെ കുറച്ച് വെള്ളം അരപ്പിട്ട പാത്രത്തിലെ വെള്ളമാണെങ്കിലും ശകലം ചേർത്താൽ മതി. നമുക്കത് ചേർക്കാം. അതും ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇച്ചിരി പുളിവെള്ളം കൂടെ ചേർക്കണേ. ഞാൻ മാറ്റി വെച്ച പുളിവെള്ളം കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് തിളയ്ക്കുന്ന രീതി വരെ ഒന്ന് സെറ്റാക്കി എടുക്കുക. സെറ്റാക്കുമ്പോൾ ഇത് അത്രയേ ഉള്ളൂ കേട്ടോ.